ദുബായിലെത്തിയിട്ട് ഇതുവരെ ദുബായ് ഫ്രെയിം കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ഇന്ന് ദുബായ് ഫ്രെയിം കാണാൻ പോവാണ് കേട്ടോ. പറഞ്ഞ് അങ്ങനെ 3 ദിവസത്തെ ലീവ് കണ്ണടച്ച് ഓർക്കുമ്പോഴത്തേക്കും പോയി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നാളെ പണിക്ക് പോകണമെന്ന് ആലോചിക്കുമ്പോൾ ഒരു മടിയുണ്ട്. എല്ലാവരും എന്നെപ്പോലെ തന്നെ ആയിരിക്കും അല്ലേ? സത്യം പറഞ്ഞാൽ ഇന്ന് പുറത്ത് പോകാനുള്ള മൂഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷേ വെറുതെ ഇരിക്കല്ലേ, എവിടെയെങ്കിലും ഒന്ന് പോയി കറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. അതുകൊണ്ട് കുറേ വീഡിയോസൊന്നും എടുക്കാൻ അത്ര വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു അകത്തേക്ക് കയറി കേട്ടോ. അകത്ത് കയറിയപ്പോൾ ആദ്യം ദുബായിയുടെ ഹിസ്റ്ററിയും പഴയകാല ദുബായ് എങ്ങനെയായിരുന്നു എന്ന് കാണിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ദുബായ് എത്രത്തോളം വളർന്നു. ചെറിയൊരു ഫിഷിംഗ് വില്ലേജ് ആയിരുന്നു ദുബായ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വികസിത നഗരങ്ങളിലൊന്നായി മാറിയ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആയി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ നാട്ടിലെ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണാറില്ലേ പണ്ട് നമ്മൾ യൂസ് ചെയ്ത സാധനങ്ങൾ, പണ്ടത്തെ കാര്യങ്ങളൊക്കെ, അതുപോലെ ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അടിപൊളിയായിരുന്നു. എന്തായാലും വീഡിയോസൊക്കെ എടുക്കാൻ മടിയായിരുന്നെങ്കിലും കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു, ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ടും. പിന്നെ ഇതൊക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിക് ഫീലല്ലേ. എന്നെപ്പോലെ കുറേ പേര് അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വീട്ടിൽ കയറി നേരെ മുകളിലോട്ട് പോയി കേട്ടോ. മുകളിലെത്തിയപ്പോൾ കണ്ട വ്യൂ ശരിക്കും നല്ല രസമായിരുന്നു. അതിനുശേഷം ചെറിയൊരു ഗ്ലാസ് ഫ്ലോർ ഉണ്ട്, അതിലൂടെ നടക്കാനൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ഫ്ലോറിലൂടെ നടക്കുന്നത്. വലിയ രസമില്ലാന്നുണ്ടെങ്കിലും ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെൻറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ദുബായിയുടെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എല്ലാം ഒരിടത്തു നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു അട്രാക്ഷൻ സ്പോട്ട് തന്നെയാണ്. പക്ഷേ 50 AD വേർത്ത്ഫുൾ ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ.